2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസിന്റെ നേതൃത്വത്തിൽ വിവിധ പാലസ്തീൻ തീവ്രവാദ സംഘങ്ങളുടെ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് അരങ്ങേറിയത്. സാപത്തിൽ വിശ്രമിച്ച നിഷ്കളങ്കരായ ജനതയുടെ മേൽ അന്ന് ഹമാസ് അഴിച്ചുവിട്ടത് ആർക്കും ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്ത കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണ പരമ്പര തന്നെയായിരുന്നു. വീടുകളിൽ ആയിരുന്നവരും സംഗീത പരിപാടി ആസ്വദിക്കാനെത്തിയവരും അതിർത്തിയിലെ സൈനിക പോസ്റ്റിൽ സുരക്ഷാ നിർവഹണം നടത്തിയ സൈനികരും ഹമാസിന്റെ ഭീകരാക്രമണത്തിൽ പൊലിഞ്ഞു വീണു. അന്ന് തന്നെ 1200ഓളം ആളുകൾ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേലും ഒപ്പം യഹൂദരും കണ്ട ഏറ്റവും വലിയ വംശഹത്യയാണ് അന്ന് നടന്നത്. 250 പേരോളം ഹമാസും വിവിധ ഭീകരന്മാരും ചേർന്ന് ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി. ഒരു നിമിഷം പകച്ചുനിന്ന ഇസ്രായേൽ ഭരണ നേതൃത്വവും ജനങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ വരികയും ശത്രുവിന്റെ മടയിലേക്ക് പ്രതികാരത്തിന്റെ അഗ്നിയായി പെയ്തിറങ്ങാൻ പിന്നീട് അധിക നേരവും വേണ്ടി വന്നില്ല. കൃത്യമായ സൈനിക നീക്കങ്ങളും നടപടികളും ഇസ്രായേൽ സൈന്യം ഗാസയിൽ പ്രാവർത്തികമാക്കാൻ ആരംഭിച്ചു. ഈ സമയം തന്നെ ഇസ്രായേലിനെതിരെ ലെബനോനിൽ നിന്നും ഹിസ്ബുള്ളയും യമനിൽ നിന്നും ഹൂത്തികളും ആക്രമണം കടുപ്പിച്ചിരുന്നു. ഇസ്രായേലിന് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ശത്രുക്കളെ നേരിടേണ്ട അവസ്ഥ കൈവന്നു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കുമൊക്കെ സാമ്പത്തികമായും അല്ലാതെയുമൊക്കെ പിന്തുണ നൽകിക്കൊണ്ടിരുന്ന ഇറാൻ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണ ചൂട് നന്നായി അറിഞ്ഞു. സിറിയയിൽ നിന്നും ഏകാധിപതിയായ ബാഷർ അൽ അസദ് രാജ്യത്തു നിന്നും പലായനം ചെയ്ത് ഓടേണ്ട അവസ്ഥ സംജാതമായി. ഗാസയിൽ സൈന്യം മുന്നേറി. ഹമാസിന്റെ തീവ്രവാദ കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തിരഞ്ഞുപിടിച്ച് ഇസ്രായേൽ നശിപ്പിച്ചു. പല ഘട്ടങ്ങളിലായി വിവിധ ഇസ്രായേൽ ബന്ദികൾ തിരികെയെത്തി. അങ്ങനെ 15 മാസത്തിനു ശേഷം ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. കരാറിന്റെ ഭാഗമായി 33 ബന്ദികൾ മോചിപ്പിക്കപ്പെടുമ്പോൾ പകരം ഇസ്രായേൽ തടവറകളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പാലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ സൈനിക നടപടിയിൽ ആകെ തകർന്ന ഗാസയിൽ പുതിയൊരു ഗസയെ കെട്ടിപ്പടുക്കാൻ ട്രംപിന്റെ അമേരിക്കയും ഇസ്രായേലിനൊപ്പം തന്നെയുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ഹൃദയത്തിലേറ്റ ആ വലിയ മുറിവിന് ഇന്നേക്ക് 500 ദിനങ്ങളുടെ ഓർമ്മകൾ. ഇന്നും ബന്ദികളെ ഓർത്ത് അവർ വിലപിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. തങ്ങളുടെ ഉറ്റവരുടെ മോചനം, അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവ് ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.